ഹായ്, ചെറിയൊരു ഫാമിലി ഔട്ടിംഗ് ആണ്. ഏകദേശം ഒരു 4-5 മാസമായി ഞങ്ങൾ CST ഇറങ്ങിയിട്ട്. അങ്ങനെ ഇന്ന് CST പോവാം. ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ്. ചായ കുടിക്കാൻ വേണ്ടി CST പോവാന്ന് വിചാരിച്ച്. ഓ പൈസ ഒരു ചായ പറ. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ആട്ടോ പിടിച്ച് സ്റ്റേഷനിലെത്തി. ശരിക്കും ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ CST പോകുന്നത്. ഒരു സാധനം എനിക്ക് അവിടെ കാണണം CST പോയിട്ട്. അത് ചില്ലറ സാധനമൊന്നുമല്ല മോനെ, ഒരു 1.5 ഐറ്റമാണ്. എന്തായാലും അത് വഴിയേ ഞാൻ പറയാം. അങ്ങനെ കല്യാണിലെ വാക്കിംഗ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ 2 സൈഡിലും ഇപ്പോൾ പുതിയ ടെർമിനലിലെ പണി നടക്കുകയാണ്. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ടെർമിനൽ ഏകദേശം ഇത്രത്തോളം പണിയായിട്ടുണ്ട്. അത് വൈകാതെ തന്നെ നമുക്ക് ഈ പണി തീർന്നതിന് ശേഷം ഞാനൊരു ഫുൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതും CST വണ്ടി വരുന്നതും ഒരുമിച്ചാണ്. നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ട് CST പോകുന്ന ആൾക്കാരുടെ തിരക്ക്. ആ പ്ലാറ്റ്ഫോം ഇത് ടോട്ടൽ 8 പ്ലാറ്റ്ഫോമുള്ള കല്യാൺ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങിയത്. അവിടെ തന്നെ ഉള്ള തിരക്ക് ഞാൻ കണ്ടല്ലോ. ഇതുപോലെ ഇതിനേക്കാളും തിരക്കാണ് ഓരോ പ്ലാറ്റ്ഫോമിലും ഉണ്ടാകുന്നത്. ഇപ്പം ഏകദേശം ഒരു തിരക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും കല്യാണിലെ. അതുപോലെ പുറത്തുള്ള തിരക്ക് പോലെ തന്നെ ആയിരിക്കും ട്രെയിനിനകത്ത്. ഇതിപ്പോൾ ജസ്റ്റ് താനയിലെത്തിയപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നതിനും കയറുന്നതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ് തന്നെ ആൾക്കാർ പുറത്തുനിന്ന് ഇടിച്ചകത്തോട്ട് കയറും. അങ്ങനെ ട്രെയിനിനകത്തുള്ള അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഒരു സൂചി പോലും ഇടാനുള്ള സ്ഥലമില്ല, അത്രയ്ക്ക് ജനങ്ങളാണ്. ഇനി നോക്കിക്കോ, ഏകദേശം വണ്ടി ദാദർ എത്താറായിട്ടുണ്ട്. ദാദർ കഴിയുമ്പോഴുള്ള വണ്ടിക്കകം കണ്ടോ, സ്പേസ് കണ്ടോ, ആവശ്യം പോലെ സ്ഥലമുണ്ട്. കാര്യം ഈ ബോംബെയിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുള്ളൊരു സ്ഥലമാണ് ദാദർ. തുണികളും എല്ലാ സാധനങ്ങളും ഹോൾസെയിലും റീറ്റെയിലും വിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്നായാലും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാധനങ്ങൾ എടുക്കാൻ ആൾക്കാർ ഹോൾസെയിൽ വിലയ്ക്ക് സാധനങ്ങൾ എടുക്കാൻ വരുന്നൊരു മാർക്കറ്റാണ് ദാദർ. അപ്പം മാക്സിമം ഈ കുത്തും തിരക്കുമൊക്കെ ദാദർ വരെയൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് കാലിയാവും. അങ്ങനെ കുത്തി തിരുവി ഉന്തി തള്ളിയൊക്കെ ഞങ്ങൾ വല്ലച്ചാതി CST വന്നിറങ്ങി. മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും വന്ന് അവസാനിക്കുന്ന സ്ഥലം അതാണ് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ, അതായത് CSMT. ശരിക്കും നമുക്കിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏതോ ഒരു ഫോറിൻ കൺട്രിയിൽ നിൽക്കുന്നൊരു ഫീലാണ് നമ്മുടെ മുംബൈ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷൻ വിട്ട് പുറത്തിറങ്ങി. മുംബൈ, പട്ടിണി പാവങ്ങളുടെയും പണക്കാരുടെയും മുംബൈ. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന 30ാമത്തെ നഗരം. 20 മില്യൺ ജനസംഖ്യയുള്ള മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ 10ാമത്തെ നഗരം. കൂടാതെ ഇന്ത്യയുടെ സാമ്പത്തിക വിനോദ വാണിജ്യ തലസ്ഥാനം കൂടെയാണ് മുംബൈ. തീർന്നില്ല, ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരവുമാണ് മുംബൈ. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരിക്കലും ഉറങ്ങാത്ത നഗരമെന്നും മുംബൈയെ അറിയപ്പെടുന്നു. അങ്ങനെ മുംബൈയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് ബ്രിഡ്ജ്. അതായത് മുംബൈയിൽ തന്നെ ഏറ്റവും ഹൈടെക് ഏരിയ. കൂടാതെ C ആകൃതിയിൽ കടലിൻ്റെ സൈഡിലൂടെ ചേർന്ന് വളഞ്ഞു കിടക്കുന്ന റോഡും, റോഡിൻ്റെ അക്കരക്കരയിൽ നോക്കിയാൽ മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന മണിമാളികൾ പോലത്തെ ഫ്ലാറ്റുകളും, റോഡിൻ്റെ സൈഡിലൂടെ കിലോമീറ്ററോളം നടന്ന് കാണാവുന്ന വളരെ ഭംഗിയുള്ള കാഴ്ചകളും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് മുംബൈ മറൈൻ ഡ്രൈവ്. ശരിക്കും മറൈൻ ഡ്രൈവിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി സാധനമുണ്ടെന്ന്, അത് നോക്കാൻ പോണത് കൊണ്ട് മാത്രം എനിക്കിപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള ടൈമില്ല. കാരണം അത് ആളെന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ എത്താറായി ഏകദേശം. ഇനി നിങ്ങൾ തന്നെ കണ്ടോ എന്താണ് സാധനമെന്ന്. അതാ വരണു മോനെ, രാജാവിനെ പോലെ. ഈ ഒരു ഐറ്റത്തിനെ കാണാനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതുവരെ വന്നത്. സംഭവം നിങ്ങൾ വിചാരിക്കും, ഷോടാ ഇവൻ ഇത്രയൊക്കെ വളർന്ന ഈ വണ്ടി ബെൻസൊക്കെ മേടിക്കാൻ. ശരിക്കും ഇതല്ല. നാട്ടിൽ നമ്മളൊരു ഫ്രണ്ട് വന്നിട്ട് അവനൊരു വണ്ടി വേണമെന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവന് വേണ്ടി നോക്കാൻ വന്നതാണ്. അവനൊരു ചെറിയ വണ്ടി വേണം, ബെൻസ് വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചടാ ബെൻസ് കുറഞ്ഞു പോയില്ലേ, കുറച്ചുകൂടെ കൂടി വണ്ടി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്ന് നോക്കിയതാണ് ഈ വണ്ടി. 2014 GLA 200 ഡീസൽ വണ്ടി. ഫുൾ ഓടിച്ചൊക്കെ നോക്കി, അടിപൊളി സാധനം. അകത്ത് ഇൻറ്റീരിയലൊക്കെ നോക്കിയാൽ പിന്നെ പറയാൻ വേണ്ട, നമ്മളെ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് എങ്ങനെയും മേടിക്കാനൊക്കെ തോന്നും. അത്രയ്ക്ക് സൂപ്പർ സാധനം. അപ്പോൾ വണ്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അവനെ വിളിച്ച് പറയുകയും ചെയ്തു. ഇനി പൈസയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയ വണ്ടി എടുത്ത് നാട്ടിൽ കൊണ്ടുപോകും ഞാൻ.
അങ്ങനെ ഞങ്ങൾ വണ്ടിയെ കണ്ട് തിരിച്ചിറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളുടെ നാസർക്കാട് ബോംബെ റെസ്റ്റോറൻറ്റിലോട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നതും മറൈൻ ഡ്രൈവ് വഴി തന്നെയാണ് പോകുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സി ഷേപ്പിലാണ് റോഡ് കിടക്കുന്നത്. അങ്ങോട്ട് പോയി അതേപോലെ തിരിച്ച് റിട്ടേൺ ആ മറൈൻ ഡ്രൈവ് വഴി തന്നെ തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ BT ജംഗ്ഷനിലോട്ട് CSTയിലോട്ട് പോവുകയാണ്. സംഭവം നമ്മുടെ നാസർക്കാരെ ഫ്രണ്ടാണ് ഈ ബെൻസിൻ്റെ ഓണർ. അങ്ങനെയാണ് പുള്ളി എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തത്. അപ്പം നമ്മൾ വന്നിറങ്ങിയ ബസ്സാണ് ഈ കാണുന്നത്, ഡബിൾ ഡക്കർ. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ബോംബെ റെസ്റ്റോറൻറ്റിലോട്ട് എത്തി. സംഭവം നാസർക്ക സ്ഥലത്തില്ല, നാട്ടിലാണ്. പുള്ളിയുടെ മാമയാണുള്ളത്. പുള്ളിയായിട്ടൊക്കെ സംസാരിച്ച് കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. അതാ അവരും പറയുന്നത്. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായ തീർക്കല്ലേ, ചായക്കാണ് ഞാൻ വരുന്നത്. ആൾറെഡി ഞാൻ കടയിലെത്തിയപ്പോൾ 8 മണിയായി. ഏകദേശം ഒരു 6:30-7 മണി വരെയൊക്കെ ചായ കാണുള്ളൂ. അതിനുശേഷം തീർന്നു പോകും. കാരണം അത്രയ്ക്ക് മലയാളികൾ വരുന്നൊരു സ്പോട്ടാണ് നമ്മളെ ഈ BT ജംഗ്ഷൻ, CSTയിലെ BT ജംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് എനിക്ക് ചായ വെച്ചിരുന്നു. അങ്ങനെ ചായ മാത്രമല്ല, ഒരു ചിക്കൻ 65, ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണിയും മേടിച്ച് നല്ലോണം കഴിച്ച്. അതിന് ശേഷം ഞങ്ങൾ പുറത്ത് നാസർക്കാട് തന്നെ ജ്യൂസിൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് പിള്ളേർക്ക് മാംഗോ ജ്യൂസ് വേണമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അടികൂടിയതാണ്. അങ്ങനെ അവന്മാർക്ക് 2 കിടിലം മാംഗോ ജ്യൂസ് മേടിച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങളെന്ത് കുടിക്കുമെന്ന് നോക്കിയപ്പോഴാണ് അവിൽ മിൽക്ക് കേരള സ്പെഷ്യൽ. പിന്നൊന്നും നോക്കിയില്ല, കുറേ കാലമായി അവിൽ മിൽക്ക് കുടിച്ചിട്ട്. പണ്ട് മലപ്പുറത്തും കോഴിക്കോടൊക്കെ പോകുമ്പം സ്ഥിരം കുടിക്കുന്ന സാധനമായിരുന്നു. അങ്ങനെ 2 അവിൽ മിൽക്ക് മേടിച്ച് ഞാൻ സഫ്നയും കൂടെ ഒരു കാച്ചങ്ങ് കാച്ചി. അത് കഴിഞ്ഞ് നാളത്തേക്കുള്ള പാഴ്സലും മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നാസറൊക്കെ നാട്ടിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഉറക്കമില്ലാത്ത മുംബൈ നഗരത്തിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്.